പ്രഖ്യാപിക്കുന്ന തീരുമാനങ്ങൾ എന്തു വില കൊടുത്തും നടത്തിയെടുക്കുകയെന്ന വാശിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതിനുവേണ്ടി അയാൾ ഏതറ്റം വരെയും പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ അമേരിക്കയിൽ കാണാൻ കഴിയുന്നത്. അമേരിക്കയിൽ അനധികൃത കുടിയേറ്റക്കാരെ തടയാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായ നിലപാടിനെ തുടർന്ന് പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് അധികൃതർ. അതിർത്തി മേഖലയിൽ പട്ടാളം ഇറങ്ങിയാണ് കുടിയേറ്റക്കാരെ തടയുന്നത്. ഫെഡറൽ പോലീസും അതിർത്തി മേഖലകളിൽ റോന്തു ചുറ്റി വിസയില്ലാത്തവരെ പിടികൂടുകയാണ്. ഇക്കാര്യത്തിൽ എല്ലാ ഏജൻസികൾക്കും സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് നൽകിയിരിക്കുന്നത്. ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന അധികാരങ്ങളാണ് പ്രത്യേക ഉത്തരവിലൂടെ സൈന്യത്തിനും ഫെഡറൽ പോലീസിനും നൽകിയിരിക്കുന്നത്. ഇതനുസരിച്ച് അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ FBI-ക്ക് അനധികൃത കുടിയേറ്റക്കാരെ പ്രത്യേക ഉത്തരവില്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാനും പുതിയ ഉത്തരവ് അധികാരം നൽകുന്നുണ്ട്. നീതിന്യായ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരോടും ഇക്കാര്യത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ച പ്രസിഡന്റ് ട്രംപ് അതിർത്തിയിലെ ജീവനക്കാരെ സഹായിക്കുന്നതിനു വേണ്ടി കൂടുതൽ സൈനികരെ അയക്കാൻ പെന്റഗണിന് നിർദ്ദേശം നൽകിയിരുന്നു. 1500ഓളം സൈനികരാണ് ഇപ്പോൾ അതിർത്തിയിലെത്തിയിരിക്കുന്നത്. അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയിരുന്ന CBP-1 ആപ്പിന്റെ പ്രവർത്തനം ട്രംപ് ഭരണത്തിലെത്തിയതോടെ അവസാനിപ്പിച്ചിരുന്നു. നിലവിൽ അനധികൃത കുടിയേറ്റക്കാരെ തടയുന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നതിനായി 2500ഓളം സൈനികരെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാസം അവസാനത്തോടെ 1500 സൈനികർ കൂടി എത്തുന്നതോടെ കുടിയേറ്റക്കാരെ തടയുന്ന കാര്യത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നത് ഉറപ്പായി കഴിഞ്ഞു. 4500ഓളം നാഷണൽ ഗാർഡിന്റെ ഒരു വിഭാഗത്തെയും അതിർത്തിയിൽ നിയോഗിച്ചിട്ടുണ്ട്. രാജ്യസുരക്ഷയ്ക്കായി പ്രസിഡന്റ് ട്രംപ് നൽകുന്ന പ്രാധാന്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കർശന നടപടികൾ സ്വീകരിക്കുന്നതെന്നാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ നാടുകടത്തുമ്പോൾ ഇവർക്ക് താൽക്കാലികമായി താമസിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ് മെക്സിക്കോയിലെ സർക്കാർ. മെക്സിക്കൻ നാവികസേനയുടെയും മുനിസിപ്പൽ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് ഇതിന്റെ ജോലികൾ നടക്കുന്നത്. അതിനിടയിൽ മുഖം വരെ ടാറ്റു അടിച്ച് നടക്കുന്നവരെ പിടികൂടുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ അതിർത്തിയിലൂടെ അമേരിക്കയിലേക്ക് കടക്കുന്ന ക്രിമിനൽ സംഘങ്ങൾ പലരും ഇത്തരത്തിൽ ടാറ്റു അടിച്ചവരാണെന്നാണ് അദ്ദേഹം ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്.